ചങ്കളെ നമസ്കാരം. റിനീഷ റഹ്മാന്റെ പൊങ്കാല നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റിനീഷ റഹ്മാന്റെ പൊങ്കാല എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. ഇപ്പൊ അതാണല്ലോ ഇപ്പൊ ചർച്ചാ വിഷയം. ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പോൾ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ. അപ്പോൾ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം. എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമൻറ്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു 3 കമൻറ്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോടു കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30-ാം തീയതി വരെ സീ കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പോൾ ആ 30 ദിവസം എനിക്ക് വർക്കുണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്. മതി 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 നിർത്തിക്കോ. അപ്പൊ വേറെ ഒന്നുമല്ല. ഇതെന്താ വെച്ചാൽ റിനീഷ റഹ്മാനിയുടെ പൊങ്കാല ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മല ഇടിഞ്ഞു പോകത്തൊന്നുമില്ല, അല്ലെങ്കിൽ അവിടെ പിന്നെന്താ അവരുടെ ദേവി കോപിക്കോ ഒന്നുമില്ല, ഒരു വസ്തുവും ചെയ്യത്തില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഒരു പ്രഹസനങ്ങളുണ്ട്. അതായത് ഒന്നുകിലും തന്നെ ഇവർ കൊണ്ടുപോകുന്ന ക്യാമറാമാന്മാർ, അല്ലെങ്കിൽ ഇവർ വിളിച്ചിട്ട് പോകുന്നവർ. ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ള പല ആൾക്കാരൊന്നും തന്നെ ക്യാമറക്കാരെ വിളിച്ചു വരുത്തിയതാണ്. അല്ലാതെ പറഞ്ഞുവിടരോ ഇത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊരിക്കലും നിങ്ങൾ വീഡിയോ ആക്കല്ലേ, ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യതയാണെന്ന് പറഞ്ഞൂടെ? എന്തിനവിടെ ചെന്നിട്ട് ഓരോ പ്രഹസനങ്ങൾ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരേതായാലും പിന്നെ നോമ്പകിൽ എടുത്തിരിക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു മേഖലയിലെങ്കിൽ ശോഭിച്ചാൽ പോരെ. എനിക്ക് വലിയ ഇതൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പൊങ്കാലിടാൻ വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അല്ല. എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ മീഡിയയിലൂടെ കിട്ടുന്ന ഒരു 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 പേരില്ല, അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ ആരും ഈ കോപ്രായങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇവിടെ എന്തോരം കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഗുരുവായൂരൊക്കെ വന്നിട്ട് എന്തോരം കാര്യം കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് വന്ന് ജാസ്മിൻ ജാഫർ വന്നിട്ട് അവിടെ കിടന്നിട്ട് എന്തോ കാട്ടിക്കൂട്ടി കേസും കാര്യങ്ങളൊക്കെ എടുത്താണ്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാലാളറിയേ ഞാൻ അറിയപ്പെടും, നാടകശാലയിൽ നിങ്ങനെ നിൽക്കാം എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത് ഭയങ്കരമായിട്ട് ഭക്തിയോടുകൂടി വന്നു തന്നാൽ ഒരു തേങ്ങാക്കൊലിയല്ല. ഭക്തിയോടുകൂടിയാണെങ്കിൽ അവരൊരിക്കലും ക്യാമറ കൊണ്ടോ അല്ലെങ്കിൽ വേറെയൊന്നും കൊണ്ടോ ഒന്നും വരത്തില്ല മക്കളെ. അവർ പറയും ചേട്ടാ ഞങ്ങളുടെ വീഡിയോ എടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ക്യാമറയും കൊണ്ട് ഒരുത്താൻ പോയിട്ട് എൻ്റെ വീഡിയോ എടുക്കല്ലേ ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊന്നുമോൻ പോലും എടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ പോലും നമ്മുടെ പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാൻ നിൽക്കത്തില്ല. പക്ഷേ നമ്മൾ പറയാത്തിടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് ഇതന്നെ തൊഴിലുണ്ടാവുക. നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവരിതാ ചെയ്യുക. ഇപ്പോൾ റിനീഷ റഹ്മാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റിനീഷ റഹ്മാൻ പൊങ്കാല ഇട്ടു. അതിൽ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു നോമ്പ് കാലത്ത് ഇങ്ങനെയൊരു പ്രഹസനം പാടുണ്ടോ. ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഇടിഞ്ഞു പോകുന്ന അങ്ങ് ഇടിഞ്ഞു പോകട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പം മുസ്ലിം മതത്തിനെ തള്ളി പറഞ്ഞിട്ട് ഹിന്ദുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദുക്കൾ താങ്ങാനുണ്ടാകും. അതുപോലെ ഹിന്ദുന്ന് നേരെ മുസ്ലിമിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരുപാട് പേര് താങ്ങാനുണ്ടാകും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പലപ്പോഴും തന്നെ മതം മാറ്റ ഓളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടോ കുറ്റം പറയാതെയോ ഇപ്പം നമ്മൾ പോയിട്ട് ഇപ്പം നോമ്പെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദു പോയിട്ട് നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പേരായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പല കാര്യങ്ങളും കാണുന്നില്ലേ, അതായത് ഹിന്ദു സഹോദരന് അവൻ നോമ്പെടുത്തു എന്നൊക്കെ വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ പല ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൊങ്കാല ഇട്ടു, ഒരു മുസ്ലിം സ്ത്രീ വന്ന് പൊങ്കാല ഇടുമ്പോഴേക്ക് ദേ കിടക്കുന്ന മുസ്ലിം സ്ത്രീ വന്ന് പൊങ്കാല ഇടുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവരൊക്കെ കാണുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനുമില്ല. അപ്പോൾ റിനീഷയ്ക്ക് അറിയാം, അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ പൊങ്കാല എടുക്കുന്ന മുസ്ലിങ്ങൾക്കും പിന്നെ പൊങ്കാല ഇടുന്ന ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും അറിയാം, ഇതൊരു വിവാദമായി കഴിഞ്ഞാൽ അതിൽ ഗുണം നമ്മൾക്ക് തന്നെയാണ്, വേറെ ആയിരിക്കുമല്ല. ഇപ്പം റിനീഷ റഹ്മാന് കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടേതാണ്. കാരണം എന്താ വെച്ചാൽ മോളെ അങ്ങനെയാണ്, നിങ്ങൾ തുമ്പയാത്തിരിക്കുന്ന മൂക്കാന്നെങ്കിലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേ അവസ്ഥയിൽ
അവിടുത്തെ പാളയം ഇമാമ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം നോമ്പെടുത്ത് നിൽക്കുന്നവരാണ്, നമ്മുടെ സഹോദരങ്ങൾ വരുന്നതാണ്, അവർക്ക് വേണ്ടിയിട്ട് എന്തും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന്. അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ച് നമ്മൾ കണ്ടില്ലേ. ആരെങ്കിലും ആ ഇമാമ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവും വർഗീയമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ പണിക്കാരായി കഴിഞ്ഞാലും അതുപോലെ നമ്പ്യാറായി കഴിഞ്ഞാലും മറ്റവനായി കഴിഞ്ഞാലും ഇവരൊന്നും പ്രസംഗിക്കുന്നത് പോലെയൊന്നും അല്ല. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, റെനീഷ പൊങ്കാല ഇട്ട് കഴിഞ്ഞാലും ശരി, പൊങ്കാല ഇട്ടില്ലെങ്കിൽ ശരി, അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് റെനീഷയുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അതിൽ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ബോസ് കാണിച്ച് നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നാലാൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ നിന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ എന്നാ പറയേണ്ടത്, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എതിർത്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പേരും കാര്യങ്ങളൊക്കെയാണ്. നേരെ മറിച്ച് നേരെ വാ എന്ന് പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പേരുമില്ല. എല്ലാവർക്കും വേണ്ടത് പേരും പെരുമയും തന്നെയാണ്. അതിന് വർഗീയ വെച്ചിട്ടായാലും ശരി, ജാതി വെച്ചിട്ടായാലും മതം വെച്ചിട്ടായാലും എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ പേര് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് പലരും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയുള്ള അതായത് ഭക്തിമാർഗത്തിലൂടെയും അതുപോലെ തന്നെ പലതിലൂടെയും ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നും അല്ല. ഇപ്പൊ റെനീഷയ്ക്ക് അവിടെ പോയിട്ട് പൊങ്കാലി ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ വേണ്ട, ഇനി എന്തിനാണ് വെറുതെ ഞാൻ പോയിട്ട് പൊങ്കാലി ഇടുന്നത് വേണമെങ്കിൽ പറയാം. നാളെ മുതൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ സ്ത്രീകൾ മുഴുവൻ വന്നിട്ട് അവിടെ പൊങ്കാലി ഇടും, ഒരിക്കലും ചെയ്യത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ സീരിയലിലും സിനിമയിലൊക്കെയുള്ള കുറച്ച് ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രകസനമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി, അല്ലാതെ വേറെ ഒന്നുമല്ല. സിനിമയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരുപാടെണ്ണം ലൈവ് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കുറ്റം പറഞ്ഞിട്ട്, പല മതത്തെയും കുറ്റം പറഞ്ഞിട്ടോ, അത് ഹിന്ദു മതത്തിനെ കുറ്റം പറഞ്ഞിട്ടും ക്രിസ്ത്യൻ മതത്തിനെയും അതുപോലെ തന്നെ മുസ്ലിമെ എല്ലാം കുറ്റം പറഞ്ഞിട്ട് വരുന്ന ടീമുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്നറിയും, ഞങ്ങളൊരു മതേതരവാദിയാണെന്ന് അഭിനയിക്കുകയാണ്, അല്ലാതെ വേറൊരു തേങ്ങാക്കൊലിയല്ല. ഇതിൻ്റെ അകത്തോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ മൈലേജ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങളെന്താ വിചാരിക്കുന്നത്, റെനീഷ പോയിട്ട് അവിടെ പൊങ്കാലിട്ടത് ഓവർ ഭക്തിയോട് കൂടിയുള്ള അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ അതാ ചോദിക്കുന്നത്. അവരെന്തിനാണ് പോയിട്ട് പൊങ്കാലി ഇടുന്നത്? ഇനി അവർ പൊങ്കാലി ഇട്ടോട്ടെ, ഞാൻ പൊങ്കാലി ഇടുന്നത് എന്തിനാ? നാലാളെ അറിയിക്കുന്നത് എന്തിനാ? അറിയിക്കാതെ പൊങ്കാലി ഇട്ടൂടെ? അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിവാദം വരുള്ളൂ. വിവാദം വന്നാൽ മാത്രമേ നമുക്ക് മൈലേജ് ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മൈലേജ് ഇല്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും ഭക്തിയോട് കൂടിയിട്ടോ ഭക്തി മാർഗത്തോട് കൂടിയിട്ടോ ഭക്തി സാന്ദ്രമായിട്ടൊന്നും അല്ല. എല്ലാവർക്കും വേണ്ടത് ഫെയിമാടോ, അതല്ലേ പറയുന്നേ. ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുക. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊങ്കാലിടാൻ വന്നതിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ ഉണ്ടാവും, ചിലപ്പോഴും ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാകും. പക്ഷെ അവരൊന്നും ആരും കണ്ടിട്ടില്ല, കാണേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അവരുടെ വിശ്വാസമാണ്. ഞങ്ങൾക്കൊരു പൊങ്കാലിടണം എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിലാണ് ഇവിടേക്ക് പൊങ്കാല എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക, ക്യാമറയുടെ മുന്നിൽ പൊങ്കാല. അതെന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നന്ദി, നമസ്കാരം. എന്തോ ആവട്ടെ.